ഹായ് നമസ്കാരം, വെൽക്കം ടു അതുകണ്ണനപ്പുണ്ണി. അങ്ങനെ നമ്മുടെ ഡയറ്റ് വേണ്ടിയിട്ട് 2 മാസം പൂർത്തിയായി കേട്ടോ. അപ്പോൾ എൻ്റെ വെയിറ്റ് എത്രയായി, എങ്ങനെയായിന്ന്, അതെങ്ങനെയാണത് കുറച്ച് എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരാഴ്ചത്തേക്കുള്ള വാട്ട് ഈറ്റിൻ്റെ ഡേ കണ്ടിട്ട് വരണം. അപ്പോൾ ആദ്യം പേര് കണ്ടിട്ടോ. ഹായ്, ഇന്ന് ചീറ്റ് ഡേ ആയിരുന്നു കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും നടന്നില്ലാന്നേ. രാവിലെ ചിയാസിഡ് നാരങ്ങാൻ്റെ മിക്സിയുടെ വെള്ളമാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഗുളിക കഴിക്കാനെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പോൾ ഇഷ്ടക്കറി ആയിരുന്നു കേട്ടോ. അത് പക്ഷേ ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന ഫുഡ് എന്തായാലും കഴിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ആദ്യം കിട്ടിയ വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. വെറുതെ കളയണ്ടല്ലോ എന്നൊക്കെയുള്ള ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സദ്യ മുക്കി മികിലേ എന്ന് പറഞ്ഞ പോലെ സദ്യ വന്നപ്പോൾ നമ്മൾ സദ്യ കഴിച്ചു. അതിനുശേഷം പായസം വന്നു. പരിപ്പായസവും പപ്പടം പഴവും കൂടി കൂട്ടി അത് കഴിച്ചപ്പോൾ പാലടയും വന്നു. അതും കുറച്ച് കഴിച്ചു. കുറേയൊന്നും കഴിച്ചില്ലെങ്കിലും കുറച്ച് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു സിനിമയ്ക്ക് പോയപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോൾ കട്ട്ലറ്റും കോക്കും പിന്നെ ടൊമാറ്റോ നുറുക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ നുറുക്കിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നാളെ വീണ്ടും ഡയറ്റ് നോക്കണമെന്നേ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. ഹായ്, രാവിലെ ചിയാസിഡ് നാരങ്ങാനോട് മിക്സ് ചെയ്ത വെള്ളം ആട്ടോ വെറുമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ അടിപൊളിയാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് വലിച്ചുവാരി തിന്നാനായിട്ട് തോന്നത്തില്ല. പിന്നെ ബാക്ക് പെയിൻ്റെ ഗുളിക കഴിക്കണമെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പിട്ട ഓട്സ് ആയിരുന്നു കേട്ടോ. അത് ഈ ഒരു പാത്രത്തിൽ ഒരു പകുതിയോളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് ഉപ്പുമാവും മുട്ട ചിക്കി വറുത്തതും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് റിച്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നമ്മളൊരു 1.5 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 10 നില ഇറങ്ങാറുണ്ട് കേട്ടോ. കയറാൻ പറ്റാറില്ല, കാരണം കയറാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ശ്വാസം മുട്ടണ പോലെയൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങും. 10 നില നല്ല അന്തസ്സായിട്ട് ഓടിച്ചാടിയൊക്കെ ഇറങ്ങും. അത് നല്ലൊരു എക്സസൈസ് ആണല്ലോ. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ നടക്കാനായിട്ട് പോകും. അതും നല്ലൊരു എക്സസൈസാണ്. എല്ലാ ദിവസവും പറ്റാറില്ലെങ്കിൽ പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ ഇറങ്ങാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നടപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് ചായ തന്നു. അത് കാരണം ഞാൻ ചായ കുടിച്ചു. മധുരമുള്ള ചായ കുടിച്ചതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഡിന്നറൊന്നും പ്രത്യേകിച്ച് വേറെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയാണ് നമ്മളിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. ഹായ്, രാവിലെ വെറുമേല അയമോദം വെള്ളമാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഗുളിക കഴിക്കാണ്ടെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പുണ്ണിനെ പറ്റിക്കാൻ ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് ഇടിയപ്പം മസാല ആയിരുന്നു കേട്ടോ. അത് ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും കൂടി ഇട്ടൊരു ABC ജ്യൂസും ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഉപ്പിട്ട ഓട്സ് കലക്കിയിട്ട് അതും ഞാൻ കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് 2-2:30 ആയപ്പോഴത്തേക്ക് ചോറ് എടുത്ത് തന്നായിരുന്നു കേട്ടോ. ചോറ് കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ആക്രാന്തായിരുന്നു. ഒന്നാമത് ഭയങ്കര വിശപ്പായിരുന്നു. തേങ്ങാരച്ച കറിയും ചാളവർത്തൊക്കെ കണ്ടിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂടി നമ്മൾ ചോറൊക്കെ തീറ്റി കഴിയുമ്പോൾ മധുരം കഴിക്കാൻ നിന്നിട്ട് ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചു. പിന്നെ ഒരു 1.5 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങോളം കുടിച്ചു. ട്യൂഷൻ കഴിഞ്ഞ് ഇന്നും 10 നില ചാടിയോടി ഇറങ്ങിയായിരുന്നു കേട്ടോ. തിന്നതൊക്കെ ദഹിപ്പിക്കണമല്ലോ. ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നുമ്പോൾ കുറേ തിന്നുമ്പോഴത്തേക്ക് നമ്മൾ ദഹിപ്പിക്കാനുള്ള വഴിയും കൂടെ കാണുമല്ലോ. പിന്നെ ഒറ്റയടിക്ക് നിന്ന് വണ്ണം കുറയ്ക്കാനുള്ള പരിപാടിയൊന്നും ഇപ്രാവശ്യം എനിക്കില്ല. ഞാൻ അപ്പോൾ അതൊക്കെ തിന്നിട്ട് അത്യാവശ്യം ടൈം എടുത്താണ്ടോ ഞാൻ വണ്ണം കുറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നും എന്നെ കാണാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ചുമ്മാ വന്നതാണ്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് നല്ല പച്ച കുരുമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ ചാള വറുത്തായിരുന്നു. വേണ്ടാന്ന് വിചാരിച്ചെങ്കിലും വലിച്ചു വരെ 2-3 നാളെ ഞാൻ അതെടുത്ത് തിന്നായിരുന്നു. വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ, സീ യു. ഹായ്, എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ അത്ര വലിയ ബ്യൂട്ടി കോൺഷ്യസ് അല്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ എഴുതിയ കണ്ണൊക്കെ ഒന്ന് നമുക്ക് മയച്ചളയണം. കുറേയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും നമുക്ക് ബാക്കി കളയണമല്ലോ. അതാണല്ലോ ഇത് ശരി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡോക്ടർ പാർവതീസ് പാർവണ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ആയുർവേദ ഡോക്ടറാണ്, ഞങ്ങളുടെ അടുത്തുള്ളതാണ്. ഇത് ഹെർബൽ ആയിട്ടുള്ള സാധനം, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം നല്ലതാണ്, നല്ല കൈപ്പിനുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ ഇത് വെച്ചൊന്ന് മുഖം കഴുകി തരാം. അപ്പോൾ നമ്മുടെ മുഖം കഴുകി വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല, കാരണം നമ്മുടെ ഫ്രണ്ട് ഇത് ഹെർബലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അവിടെ നിന്ന് എനിക്ക് തന്നതാണ്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഇട്ട് നോക്കി, നല്ല സംഭവമാണ്. എനിക്ക് ഭയങ്കര ഗ്ലോ ഒക്കെ തോന്നാറുണ്ട്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമുക്ക് എന്താവും എങ്ങനെയാവും നമുക്ക് നോക്കാം. ഞാൻ 2-3 ദിവസമായിട്ടുള്ള യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോഴേ നല്ല റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ മുഖം കഴുകി വന്നിട്ട് ഡോക്ടർ പാർവതീസ് പാർവണയുടെ തന്നെ ഒരു ഫേസ് ക്രീം ഉണ്ട്, അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ഫേസ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ. ഓക്കെ, ബൈ, സീ യു. ഹായ്, രാവിലെ വെറുമേലായമോ വെള്ളം കുടിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഗുളിക കഴിക്കാനെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പിട്ട ഓട്സ് ആയിരുന്നു കേട്ടോ. അത് ഈ ഒരു പാത്രത്തിൽ പകുതിയോളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ചിയാസിഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വിശപ്പിൻ്റെ കൺട്രോളിൽ കുറേയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു സ്പൂൺ അരവണ പായസം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചോറും തേങ്ങാച്ചാറും ചാളവറുത്തതും ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു പഴവും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഇന്ന് മാത്രമല്ല, ഈ ആഴ്ച മൊത്തത്തിൽ നല്ല വിശപ്പായിരുന്നു. പിന്നെ 1.5 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചു. ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ 10 നില ഓടിച്ചാടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂലെന്ന് എൻ്റെ ഓട്ടോ ഒക്കെ കൊളായി പോകുന്നു. പിന്നെ നമ്മൾ നേരെ നടക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നടപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്ന കുക്കുംബർ, ഇഞ്ചി, നാരങ്ങാനീരൊക്കെ കൂടെ ചേർത്തിട്ടുള്ള നമ്മുടെ ജ്യൂസായിരുന്നു കേട്ടോ. ഇത് വെയിറ്റ് ലോസിന് മാത്രമല്ല, ഒരുപാട് ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ ഉള്ള ജ്യൂസാണ്. നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, സീ യു. ഇനി സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണേ. ബൈ. ഹായ്,
രാവിലെ വരുമ്പോൾ ലൈമോദം വെള്ളം കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഗുളിക കഴിക്കണമെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറേറിയായിരുന്നു കേട്ടോ, അതൊരു കഷ്ണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അവിടെ വെച്ച് കേക്ക് മുറിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു കഷ്ണം കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ തന്നെ എനിക്ക് പ്ലം കേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഞാൻ കഴിച്ചു. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഓമയ്ക്കിലെ കേക്കായിരുന്നു, കണ്ടപ്പോൾ തിന്നാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് മത്തങ്ങേരിശ്ശേരിയായിരുന്നു, അതും ഞാൻ കഴിച്ചു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്ക് ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നേ, പിന്നെ കൺട്രോൾ ചെയ്ത് അങ്ങനെ പോകണമെന്നേ ഉള്ളൂ. പിന്നെ 1.5 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നടക്കാൻ പോയി. പിന്നെ നമ്മൾ 10 നില ചാടിയോടി ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. പിന്നെ അവിടെ നടക്കാൻ പോയപ്പോൾ ഒരു ആൻറ്റി എന്നാണ് സ്റ്റാർ ഫ്രൂട്ട്, അത് കഴിച്ചു. ഡിന്നർ ഒരു കോണായിരുന്നു കേട്ടോ, അതും കൂടെ കഴിച്ച് ഇന്നത്തെ ദിവസം തീർന്നു. അപ്പോൾ ഓക്കെ, ബൈ, സീ യു, നാളെ കാണാം. ഹായ്. അങ്ങനെ നമ്മുടെ ഡയറ്റ് വേണ്ടി എന്തെങ്കിലും 2 മാസം പൂർത്തിയായിട്ടോ. എൻ്റെ വെയിറ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് അവസാനം പറയാവേ. രാവിലെ വരുമ്പോൾ ലൈമോദം വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ബാക്ക് പെയിൻ ഗുളിക കഴിക്കേണ്ടെന്ന് അത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറായിരുന്നു കേട്ടോ. പിന്നെ ഒരു 11:30 മണിയൊക്കെ ആയപ്പോൾ ഒരു ഏത്തപ്പഴം കഷ്ടിച്ച് അത് വലിച്ചേർത്ത് തന്നിട്ടുണ്ടായിരുന്നു. കൂടെ ഉപ്പിട്ട നാരങ്ങളും ചിയാസൂടും മിക്സ് ചെയ്ത് 2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് ഞാൻ വാട്ടർ മെലണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വയറിറച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയാം, നമ്മളെ വീട്ടിൽ കേക്കൊക്കെ ഇരിക്കുമ്പോൾ എന്നെ മാട് വിളിക്കുന്ന പോലെ തോന്നുന്നു, തിന്നെന്ന് പറയും. പിന്നെ അതുങ്ങളെ വിശപ്പിക്കണമല്ലോ എന്ന് ഓർത്ത് ഒരു കഷ്ണം പോയി ഞാൻ തിന്നിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കണ്ടാൽ എനിക്ക് ആക്രാന്താന്നേ. പിന്നെ 1.5 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചു. പിന്നെ നമ്മൾ ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 10 നില ഓടിച്ചാടി ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ നടക്കാനായിട്ട് പോയി. അത്യാവശ്യം നടപ്പൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും കുറച്ച് ബദാം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുക്കുംബർ ജ്യൂസായിരുന്നു, അതും കുടിച്ച് ഇന്നത്തെ ഡിന്നറും തീർത്ത് ഇന്നത്തെ ദിവസം അങ്ങനത്തെ ദാ ആക്കി. പിന്നെ നമ്മുടെ വെയിറ്റ്, നമ്മൾ ഈ ഡയറ്റ് തുടങ്ങിയപ്പോൾ 81,900 ആയിരുന്നു. ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 86,450 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു. അപ്പോൾ അത് കണ്ടിട്ട് വന്നല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ച്. ഒരുപാട് ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റൊക്കെ എടുത്ത് പട്ടിണി കിടന്നൊന്നും അല്ല കേട്ടോ ഞാൻ വണ്ണം കുറയ്ക്കുന്നത്. അത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അത്യാവശ്യം ഫുഡെല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കുന്ന ഫുഡ് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഡിന്നറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി ഇത്തിരി നമ്മൾ കുറച്ചൊക്കെ ഡയറ്റ് എടുത്താൽ മതി. പിന്നെ ചെറുതായിട്ടൊരു നടപ്പ് അങ്ങനെയൊക്കെ, പിന്നെ സ്റ്റെപ്പ് ഇറങ്ങാറുണ്ട്. അങ്ങനെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ വെയിറ്റ് കുറച്ച്. 2 മാസം കൊണ്ട് ഞാൻ 5 കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര വലിയ കഷ്ടപ്പാടൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത ആഴ്ച വീണ്ടും വരാം, പിന്നെ അടുത്ത മാസവും വരാം. നമുക്കങ്ങനെ പതുക്കെ കുറച്ച് എൻ്റെ ഐഡിയൽ വെയിറ്റിലോട്ട് എത്തട്ടെ ഞാൻ. എന്നിട്ട് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചൊക്കെ പൊടിച്ചങ്ങനെ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.